وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام قال الله عز وجل من استطاع منكم الباءة فليتزوج. قال رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. എല്ലാ ബലാലും ആപത്തും അടങ്ങലുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനായി നമ്മെ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നരനവനാട്ടുവാൻ ബദരീങ്ങളാകുന്ന റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മപെങ്ങന്മാരെ, സഹോദരന്മാരെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പവിത്രമായ ഖുർആൻ ക്ലാസ്സിലാണ്. മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തന്നിരുന്നു. സന്താനങ്ങളോടുള്ള കടമകൾ, സന്താന പരിപാലനം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഒരു മാസം മുമ്പ്, 2 മാസം മുമ്പ് നിങ്ങളൊക്കെ അതേ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വഴലല്ല, കേൾക്കാൻ രസമുണ്ടാവില്ല. പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ ഉണ്ടാവും. തോഫീഖ് നല്ല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു വലിയ വിഷയമാണ്. ഇന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതം ഇസ്ലാമിൽ. ഒരു വിവാഹം കഴിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പെണ്ണ് കാണൽ മുതൽക്ക് തൊലാഖ് ചൊല്ലപ്പെടുന്നത് വരെയുള്ള സംഗതിയാണ് ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുക. ലോകമാവട്ടെ. അപ്പോൾ അതൊന്നും പറയാൻ ഈ 1 മണിക്കൂർ കൊണ്ട് സാധിക്കൂല. മണിക്കൂറുകൾ ഉണ്ടായാലും ദിവസങ്ങളുണ്ടായാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിഷയമാണ് ഈ വൈവാഹിക ജീവിതം.
അതുകൊണ്ട് മർമ്മപ്രധാനമായിരിക്കുന്ന ചില ഭാഗങ്ങൾ വശങ്ങൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഈ വിഷയം ഭർത്താക്കന്മാരും ആണുങ്ങളും കേൾക്കണം. കാരണം വൈവാഹികം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വേണം, ആണും വേണം പെണ്ണും വേണം. അപ്പോൾ നിങ്ങളൊക്കെ പെണ്ണുങ്ങളാണെന്ന് നിങ്ങൾ വിചാരം. പക്ഷെ എൻ്റെ കണക്കിൽ നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും. അപ്പം ഈ കുറച്ച് ആണുങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം? തൻ്റെ ഭർത്താക്കന്മാർക്ക് ഇതൊക്കെ പോയി പറഞ്ഞു കൊടുക്കണം, അടി കിട്ടിയില്ലെങ്കിൽ. ഉസ്താദ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ക്ലാസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള കടമ്പകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഏത് ഉസ്താദാന്ന് ചോദിച്ചാൽ ചിലപടിക്ക് ഉസ്താദാന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും. ഇൻഷാല്ലാ നിങ്ങൾ വിട്ടാൽ മതി, അടി പെടാൻ നിൽക്കണ്ട. അപ്പോൾ ഈ വിഷയം പറയുമ്പോൾ രണ്ട് കൂട്ടക്കാരെ സംബന്ധിച്ച് പറയണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പറയുവാനും നിങ്ങൾ കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കുടുംബജീവിതം തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ്. കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഉപ്പയും ഉമ്മയും സന്താനങ്ങളും കൂടിയതാണ് കുടുംബം. അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത്. ആ ഉമ്മയും ഉപ്പയും സന്താനങ്ങളും കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വിവാഹം കഴിയണം. ആണ് വിവാഹം കഴിഞ്ഞ ആളാകുമ്പോഴല്ലേ ഒരു പെണ്ണിനെ പറ്റി ഉമ്മ എന്ന് പറയുള്ളൂ. കാരണം ഉമ്മ എന്ന് പറയുന്നത് മക്കൾ വേണ്ടേ, ഉപ്പ എന്ന് പറയുന്നത് വേണം, മക്കൾ വേണം. അപ്പൊ ഉപ്പ എന്നും ഉമ്മ എന്നും ഒരു ആണിനെ സംബന്ധിച്ചും ഒരു പെണ്ണിനെ സംബന്ധിച്ചും പറയണമെങ്കിൽ ഇവിടെ മക്കൾ വേണം. അപ്പം മക്കൾ ഉണ്ടാകുന്നത് അത് വൈവാഹിക ജീവിതത്തിലൂടെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ കുടുംബ ബന്ധം ഉണ്ടാവണമെങ്കിൽ ആദ്യമായിക്കൊണ്ട് വിവാഹം ഉണ്ടാവണം. എന്നാൽ ഈ വിവാഹം ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ആദം നബി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽക്ക് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നടന്ന സംഭവമാണ് വിവാഹം. എന്ന് മനസ്സിലാവുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ആദം നബി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് 400 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഹവ്വ റളിയല്ലാഹു തആല അൻഹാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ സുഖമായിട്ട് ഇങ്ങനെ കിടന്നില്ല. സ്വർഗത്തിൽ തീറ്റയും കൂടിയും കിടത്ത് ഉറപ്പ് മാത്രമുള്ളൂ. ഈ ഭൗതിക ലോകത്തുള്ള ഒരു കാര്യം അവിടെ ഇല്ല. സുഖമായിട്ട് അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ പ്രകാരം ഒരു മലക്ക് അദ്ദേഹത്തിന്റെ ഇടത് ഭാര്യയിൽ കൂടി ഹവ്വ റളിയല്ലാഹു തആല അൻഹാനെ സൃഷ്ടിച്ചു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ കണ്ടത് ഒരു പെണ്ണിനെ. എടുത്ത വഴിക്ക് ആദം നബി ഇസ്ലാം ഈ പെണ്ണിനോട് ചോദിച്ചു, നീ ആരാണ്, എന്തിനാണ് നീ വന്നത്, എന്തിനാ എൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹവ്വാബി പറഞ്ഞു, ഞാൻ ഹവ്വയാണ്. ഈ തസ്കുനോയില്ലേ, നിങ്ങൾക്ക് സമാധാനം കിട്ടുവാൻ വേണ്ടി നിങ്ങളെ എളിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സൃഷ്ടിച്ചതാണെന്ന് ബഹുമാനപ്പെട്ട ഹവ്വാബി റളിയല്ലാഹു തആല അൻഹാ ആദം നബി ഇസ്ലാമിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആദം നബി ഇസ്ലാം മുതൽക്ക് സ്വർഗത്തിൽ വെച്ച് തുടങ്ങപ്പെട്ടതാണ് വിവാഹം എന്നുള്ളത്. ഏത് അവസാനിക്കുന്നത് എവിടെയാണ്? അത് അവസാനിക്കുന്നതും സ്വർഗത്തിലാണ്. നമ്മൾ യാസീൻ സൂറത്ത് നോക്കിയാൽ കാണാം. യാസീൻ സൂറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിന്റെ നേരിൽ ചാരികസയിൽ ഇരുന്നുകൊണ്ട് ഉല്ലസിക്കുന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ ഭാര്യമാരിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള ഭർത്താക്കന്മാർക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന പോലെ മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ചില സ്ത്രീകളൊക്കെ ഉണ്ട്, ഇവിടുന്ന് ആകടങ്ങളായിട്ട് കാലം മരിച്ചു പോകുന്നു. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ.
പണ്ടൊരു മൂല്യൊരു വയതാകുന്ന സമയത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്തു, ഒരു 250 റുപ്യ കൊടുത്ത് സ്റ്റേജിൽ പോയിട്ട് ഞാനും എൻ്റെ ഭർത്താവും സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഉസ്താദ് അതോടെ വാങ്ങിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ വേറൊരു കാക്കണ് നീച്ചായിരുന്നു ഒരാണ്. ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതാ 250 റുപ്യൊക്കെ ഇരുത്തും ദുആ ചെയ്യണമെന്നാണ്. 500 രൂപ കൊടുത്തത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് ഇവിടെ ചില്ലറല്ല, അത് വേണ്ട, നിങ്ങൾ കഴിഞ്ഞതോടെ ഈ 500 അവിടെ വെച്ചളേ. നിങ്ങൾ ആദ്യം ദുആ ചെയ്തില്ലേ, എന്ത് ഞാനും എൻ്റെ ഭർത്താവും സ്വർഗത്തിലാക്കണേ എന്ന് ദുആ ചെയ്തില്ലേ, ആ ദുആ ക്യാൻസൽ ആയിട്ടില്ല. എന്താ കാരണം, ആ വന്ന സ്ത്രീ എൻ്റെ ഭാര്യയാണ്. ഞാനും അവളും ഇവിടെ തന്നെ നരകത്തിലാണ്. ഇനി ആ സ്വർഗത്തിൽ പോയിട്ട് അവിടെ ഇടങ്ങളൊക്കെ വരിക. അതുകൊണ്ട് ആ ദുആ ക്യാൻസൽ ആയിക്കൊള്ളാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഭാര്യമാരുണ്ട്. ഇവിടെ ഉണ്ടെന്ന് കേട്ടോ, ഉണ്ടെന്നാണ്, ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഇവിടെ നല്ല ഭാര്യമാരാണ്, നല്ല സ്ത്രീകളാണ്, നാത്തുമാരാവട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ളതാകുന്ന സ്ത്രീ പുരുഷന്മാര്, ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിൽ ഭാര്യമാരാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിന്റെ നിഴലിൽ ചാരികസാലിട്ടുകൊണ്ടതാ ഉല്ലസിക്കുന്നവരാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാര്യയെ അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയല്ല. ഒരു ഭാര്യനെ പന്തട്ടുമ്പോൾ ഭർത്താവ് തട്ടുവാനോ, ഭർത്താവിനെ ഭാര്യയ്ക്ക് പന്തട്ടുമ്പോൾ തട്ടുവാനുള്ള കുട്ടിക്കളിയല്ല വിവാഹം, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചതായ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, എന്ന് തഖ്വ ചെയ്യണേ. ഏതാ ഒറ്റ ശരീരം? ആദം നബി ഇസ്ലാം. ആദം നബി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണെങ്കിൽ ആ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ആദം നബി ഇസ്ലാമിന്റെ ഇടത് ഭാര്യയിൽ നിന്നാണ് ഉമ്മമാരെ നിങ്ങളെ സൃഷ്ടിച്ചത്. അവ നിങ്ങൾ ഉള്ളിലും ഞങ്ങൾ പുറത്തുമാണ്. എന്തെന്ന് മനസ്സിലായത്? ഇങ്ങക്ക് അങ്ങനെ പുറത്തുകൂടി വരസാൻ പറ്റൂല. ചില ആൾക്കാരുണ്ട്, പെണ്ണുങ്ങളെ പണിക്ക് വന്നേക്കാം, ഇവൻ നീയും വീടിന്റെ ഉള്ളിൽ കാവലായിട്ട് കുത്തിരിക്കാം. അങ്ങനെയല്ല, പുരുഷൻ പുറത്ത്, സ്ത്രീ ഉള്ളിൽ. കാരണം സ്ത്രീയെ ഉണ്ടാക്കിയത് ഉള്ളിലെ എല്ലുപൊടി കൊണ്ടാണ്. പുരുഷനെയോ അത് നബിസ ഉണ്ടാക്കിയതോ കളിമണ്ണ് കൊണ്ട്, പുറത്തുള്ള കളിമണ്ണ് കൊണ്ടാണ്. കേട്ടോ, ആ ഒരൊറ്റ ശരീരമായിരിക്കുന്ന ആദമിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്നിട്ട് ആ ശരീരത്തിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഇളയെ അള്ളാഹു സൃഷ്ടിച്ചത്. ആദം നബി ഇസ്ലാമിന്റെ ഭാര്യയിൽ നിന്നാണ് ആദം നബി ഇസ്ലാമിനുള്ള ഭാര്യയെ സൃഷ്ടിച്ചത്. അതോടെയാണ്. എന്നിട്ടോ പിന്നെ ഒരുപാട് സന്താനങ്ങൾ, ആണുങ്ങളായിക്കൊണ്ടും പെണ്ണുങ്ങളായിക്കൊണ്ടും ഒരുപാട് പെണ്ണുങ്ങളെയും ഈ ഇണകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരത്തി ഉണ്ടാക്കി സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കമിട്ടുകൊണ്ട് പറയുന്നു, വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, കുടുംബ ബന്ധത്തിനെ സൂക്ഷിക്കണേ. അതാ ഞാൻ പറഞ്ഞത്, കുട്ടികളിയല്ല വിവാഹം എന്നുള്ളത്, കുടുംബ ബന്ധം എന്നുള്ള കുട്ടികളിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കമിട്ട് നാളെ വംശബിലത്തോട് ചോദിക്കപ്പെടും. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ പിന്നെ ചില ആളുകൾ വിചാരിക്കുന്നു, ഞാനിപ്പോൾ പെണ്ണ് കെട്ടണ്ട, ഇന്നെ കെട്ടിക്കണ്ട. ഈ വണ്ടിയിലൊക്കെ വരികയാണെങ്കിലേ, വണ്ടി വരാൻ കടക്കുമുള്ളൂ, തുടങ്ങിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കണ്ട എന്ന് ചില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തോന്നുന്നുണ്ടെങ്കിൽ
അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ പെട്ടതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ സുറൂറ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സന്യാസമില്ല, പെണ്ണ് കെട്ടാതിരിക്കുക അല്ലെങ്കിൽ കെട്ടിക്കാതിരിക്കുക എന്നുള്ള ഒരു നിയമം ഇസ്ലാമിലില്ല. പെണ്ണ് കെട്ടണം എന്നാണ്. പെണ്ണ് കെട്ടണം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഅ്മുറുനാ ബിൽ ബാത്തി, ഞങ്ങളോട് കല്യാണം കഴിക്കാൻ വേണ്ടി റസൂൽ കൽപ്പിച്ചു. വയൻഹാ തബ്തീരി നയം ശദീദ, പെണ്ണ് കെട്ടാതിരിക്കന്നെ വളരെ ശക്തിയായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. സഹാബ പറയാം, നിങ്ങൾ പെണ്ണ് കെട്ടണം എന്നാണ് റസൂൽ പറഞ്ഞത്, കെട്ടാതിരിക്കുക പറഞ്ഞത് തെറ്റാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഈ കല്യാണം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ടാകുമ്പോൾ, ഞാൻ മാഷാ വംശവിലേക്ക് വരുമ്പോൾ എൻ്റെ ഉമ്മത്തിന്റെ പെരുപ്പം കണ്ടുകൊണ്ട് ആ അതിരിച്ച അവസ്ഥ കൊണ്ട് ഞാൻ ഫഹ്മടിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഏത് കാര്യം ധൃതി ചെയ്യാൻ പാടില്ല. വൽ അജ്ലത്തു മിനശ്ശൈത്വാനാണ്. ധൃതി പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ശൈത്താന്റെ പ്രവർത്തനമാണ്. അപ്പൊ നമ്മളൊക്കെ പുറത്ത് പോയി ചാടുന്നില്ല, അതൊക്കെ അധിഷ്ഠമാണട്ടെ. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യണം. ഒന്നെന്താണ്? വിവാഹം എത്തിയ പെൺകുട്ടികളുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? കല്യാണം കഴിച്ചു കൊടുക്കണം. പിന്നെ അവളെ പഠിത്തം ചെയ്യട്ടെ, അല്ലെങ്കിൽ അവളെ ഗൾഫ് പോയി വരട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വരട്ടെ എന്ന് പറഞ്ഞ് പിന്തിക്കാൻ പാടില്ല. വിവാഹം എത്തിക്കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യണം? വിവാഹം ചെയ്ത് കൊടുക്കണം. അപ്പൊ വിവാഹം ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് ആലോചിക്കണം. കെട്ടാൻ പോകുന്ന ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചും കെട്ടിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചും എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഇതിന് അന്വേഷണം കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ ആൺകുട്ടികളെ കൊണ്ട് പെണ്ണ് കാണാൻ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. ആദ്യം ആ കുടുംബത്തെ സംബന്ധിച്ച് അന്വേഷിക്കുക, ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അന്വേഷിക്കുക, ഈ ചെക്കനെ സംബന്ധിച്ച് അന്വേഷിക്കുക. 2 വർഷം ഞാൻ പറയുന്നുണ്ട്. ആ ചെക്കൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അന്വേഷിക്കുക, അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് ആലോചന നടത്തിയതിന് ശേഷമാണ് പിന്നെ ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ പെണ്ണെട്ടാൻ പോകുന്ന ആള് കാണാൻ പോകേണ്ടത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ ഖതബ അഹദുകും തർളൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജൂഹു ഫഇല്ലാ ഫകും ഫീ ഫിത്റത്തും വ ഫസാദുൻ അലീം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇദാ ഖതബ അഹദുകും, നിങ്ങൾ നിന്ന് ആരെങ്കിലും വിവാഹം ആലോചിച്ചാൽ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിവാഹം ആലോചിച്ചാൽ, തർളൗന ദീനഹു വ ഖുലുഖഹു, കെട്ടാൻ പോകുന്ന കുട്ടിക്ക് ദീനുണ്ടോ എന്ന് നോക്കട്ടെ, അവിടുത്തെ സ്വഭാവം എങ്ങനെ നോക്കട്ടെ, അത് കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷനിക്ക് ദീനുണ്ടോ എന്ന് നോക്കട്ടെ, കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷനിക്ക് സ്വഭാവം എങ്ങനെ നോക്കട്ടെ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറയട്ടാ, മനസ്സിലായിട്ടു. അങ്ങനെ ദീനും സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ നിങ്ങളെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തോളൂ. ഉമ്മമാരെ, വയസ്സായ ഉമ്മമാർക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങളെ പേരക്കുട്ടിക്കും നിങ്ങളെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കല്യാണം കഴിക്കാൻ പോകുമ്പോ. പിന്നെ നിങ്ങൾ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ദീനും സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അവന് കല്യാണം കഴിച്ച് കൊടുത്തോളൂ. അങ്ങ് ദീനുമില്ല, സ്വഭാവമൊന്നുമില്ല, അവനെ കണ്ടു കുടിച്ചിടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്കും പോകൂല, സ്വഭാവം മറ്റ മോശമാണ്, നിസ്കാരമില്ല, നിസ്കരിക്കാൻ അങ്ങനെ അറിയില്ല, ഇങ്ങനത്തെ ആളാണെങ്കിൽ ഇന്ന് ദീനും സ്വഭാവമില്ല എങ്കിൽ വളരെ ഫസാദും ഫിതയും ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ആലോചിക്കുക. ആലോചിച്ചതിന് ശേഷം മതി
എന്ത് ചെയ്യാം, കാണാൻ പോകാൻ പറ്റിയിട്ട് കേട്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തുങ്കബുൽ മർഅതി അർബഅ ഹിസ്വാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുങ്കബുൽ മർഅതു, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 4 കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് വിവാഹം കഴിക്കേണ്ടത്. ഒന്നാമതായിക്കൊണ്ട് അവൾക്ക് സമ്പത്തുണ്ടോ, സമ്പത്തുള്ള പെണ്ണാണ് നോക്കുക. സമ്പത്തുള്ള പെണ്ണാണ് നോക്കേണ്ട ആരാ? സമ്പത്തുള്ള ചെറുപ്പക്കാരനാണ്. അല്ലെ പെണ്ണിക്ക് ഒരു നക്കാപ്പിച്ചിട്ട് ഗതിയില്ല. പെണ്ണുങ്ങളെ സമ്പത്തോട് ജീവിക്കാൻ വേണ്ട പരിപാടിയാണ്. പെണ്ണിട്ട് പറ്റൂല. അവിടുത്തെ സമ്പത്തുള്ള അതേ രൂപത്തിലുള്ള സമ്പത്ത് പെണ്ണിയും വേണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നോ, ഓരോ സമ്പത്തും പഠിക്കുന്ന പോലെ അമ്മന് കൂടും. അവർ 2 ഭാഗത്ത് നോക്കണം. കെട്ടാൻ പോകുന്ന ചെറുക്കനും അതുപോലത്തെ കെട്ടിക്കുന്ന പെണ്ണിനും സമ്പത്തുണ്ടോ നോക്കണം. ഒരു ഭാഗം മാത്രം നോക്കിയാൽ പോരാ. പിന്നെയോ രണ്ടാമത് ജമാലിഹാം, അതേ തൻ്റെ മകൾക്ക് അഴകുണ്ടോ എന്ന് നോക്കണം. പിന്നെയോ ഹസബിഹാ, തറവാടുണ്ടോ എന്ന് നോക്കണം. ഈ തറവാട് നോക്കണം. നാലാമത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വദീനിഹാ, അവളുടെ മതം നോക്കണം. ഇസ്ലാം നോക്കുന്നതല്ല. അവൾ നിസ്കരിക്കുന്ന ആളാണോ, നോമ്പ് വെക്കുന്ന ആളാണോ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമയൊക്കെ നിർവഹിക്കുന്ന പെണ്ണാണോ ആണാണോ, മനുഷ്യന്മാരോട് അവന്റെ സ്വഭാവം എങ്ങനെയാണ്, സമൂഹത്തിലൂടെ അവന്റെ സ്വഭാവം എങ്ങനെയാണ്, ഇങ്ങനെ ദീനി ചിട്ടയുള്ള പെണ്ണാണോ ആണാണോ നോക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അതുണ്ടെങ്കിൽ ആ പറഞ്ഞ 3 കാര്യം വേണം. നാലാമത് പറഞ്ഞ ഈ മതമുണ്ടോ ദീനുണ്ടോ എങ്കിൽ ആ കുടുംബം വിജയിച്ചു പോയെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. മക്കളെ, ഈ സമ്പത്തൊക്കെ ഇന്ന് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നാളെ എൻ്റെ കയ്യിലേക്കാണ്. സമ്പത്ത് പെരുന്നുകാരനെ പോലെയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. സമ്പത്ത് ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നാളെ അതൊക്കെ അല്ലാഹുവിന് പോക്കിക്കളയുവാൻ കഴിയും. എന്നിട്ട് പാപ്പന്നായിരിക്കുന്ന ഒരാൾക്ക് ആ സമ്പത്ത് കൊടുക്കാൻ കഴിയും. അത് സമ്പത്ത് പോവും. അതുപോലെ വിഷയമല്ല. പിന്നെ അഴകിൻ്റെ കൂട്ടൊന്നും പറയണ്ട. എത്ര ചെത്താക്കി നടന്നാലും ഒരു അസുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, എപ്പോൾ പറയുന്നില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു ഭർത്താവ് നാട്ടിലുണ്ടാവുമ്പോൾ, തൻ്റെ ഭാര്യയുടെ അടുത്തുണ്ടാവുമ്പോൾ 2 കാര്യങ്ങൾ ഭർത്താവ് പഠിച്ചിരിക്കണം. ഒന്ന്, കൺമഷി ചെയ്യണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത്, കയ്യിൽ എന്ത് ചെയ്യണം, മൈലാഞ്ചി ഇടണം, കയ്യിലും കാലിലും. അത് എപ്പോൾ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് പോകുമ്പോഴല്ല, കല്യാണത്തിന് പോകുമ്പോഴല്ല. ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ മൈലാഞ്ചിയിടലും അതുപോലെ തന്നെ ഈ സുറുമയിടലൊക്കെ സുന്നത്താണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭംഗിയൊക്കെ പോകും. മനസ്സിലായോ? പിന്നല്ല ഏതാണ് തറവാട്. എൻ്റെ മക്കളെ, അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. നല്ല തറവാടൊക്കെ നോക്കി കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഇവിടെ എന്ത് ചെയ്ത് ഏതോ ചെറുണ്ണയുടെ പിന്നാലെ ചാടിപ്പോയി. പേര് പോയില്ലേ? വലിയ കുടുംബമഹിമക്കുള്ള പെണ്ണാണ്. പക്ഷെ ഓൾക്ക് ആരോടെ കമ്പനി ഉണ്ട്. അത് ഞാൻ പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ആ കമ്പനി എന്ത് ചെയ്യും, ഓടി ചമ്മന്റെ പിന്നാലെ ഓടി, മുസ്ലിമിന്റെ പിന്നാലെ ഓടിപ്പോയി. പിന്നെ എന്താ തറവാടിന് നരിവലുണ്ടാവുക? അല്ലെങ്കിൽ നിസ്സാരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ആ പെണ്ണെന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു. ഞങ്ങളുടെ പിന്നെ അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ സ്ത്രീകൾക്ക് സ്വഭാവമുണ്ട്. അവർക്ക് നിസ്സാരമായ കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ വേഗം ചെയ്യും, കരച്ചു വരും. എൻ്റെ മരിക്കാം നിസ്സാരമായ കാര്യം ഉണ്ടായി ചിലപ്പോൾ സംഭവിച്ചിട്ടും കൂടി ഉണ്ടാവില്ല, സംഭവിക്കില്ല. എന്നാലും എന്ത് ചെയ്യും, ഒരു അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞിട്ടുന്ന ആളുകളാണ് സ്ത്രീകൾ. സ്ത്രീകളുടെ മനസ്സിൽ ലോലമാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അതല്ലേ പറഞ്ഞത് ബഹുമാനപ്പെട്ട
ഹവ്വാ ബീവി ആദ്യയോട് പറഞ്ഞേ, നിങ്ങൾക്ക് ഒരു എല്ലില്ലല്ലോ, നിങ്ങളെ എല്ലിന്നല്ലേ പിന്നെ സൃഷ്ടിച്ചത്, അപ്പൊ നിങ്ങളെക്കാൾ ഒരു എല്ലിക്ക് കൂടുതലുണ്ട് എന്ന് ബീബാക്കി. അപ്പൊ ആദിവേശനം പറഞ്ഞു, നിങ്ങൾ തലച്ചോറിന് കാൽഭാഗം തലച്ചോറ് പുരുഷന്റെ അത്ര നിൽക്കില്ല എന്നാണ്. നിങ്ങൾക്ക് തലച്ചോറ് തമ്മിയാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്റെ ബുദ്ധി സ്ത്രീകൾക്കില്ല എന്ന് പോകാൻ മുഹമ്മദ് മുസ്തഫ എന്നല്ല, പുരുഷനൊക്കെ ഇബാദത്തെടുക്കാൻ പറ്റുന്ന കാലത്തോളം നിങ്ങൾക്ക് ഇബാദത്തെടുക്കാൻ കഴിയില്ല എന്ന് പോകാൻ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? പുരുഷന് ഹൈദ് ഉണ്ടാവൂല, നിഫാസ് ഉണ്ടാവൂല. നിങ്ങൾക്ക് ഹൈദ് നിഫാസും ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കോ, ഞങ്ങൾ നിസ്കരിക്കണം. അപ്പൊ ഇബാദത്തിന്റെ വിഷയത്തിലും ബുദ്ധിന്റെ വിഷയത്തിലും നിങ്ങൾ ആ പുരുഷന്മാരാണ് മുമ്പിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? എന്തുപേര് പറഞ്ഞത്? അഡ്വൻസ് ആയിട്ട് കടഞ്ഞു വെക്കുന്ന പരിപാടി ആൾക്കാരത് സ്ത്രീകൾക്കാണ്. ഇവിടുത്തെ കേട്ടോ, ഈ പറയുന്നതൊന്നും നമ്മളെ കപ്പക്കൽ സ്ത്രീകൾക്കല്ല. ഞാൻ പറഞ്ഞു പോകണം. അപ്പൊ ഒരു വീട്ടില് ഒരു ഉമ്മയുടെ ഒരു മകനുണ്ട്. ഉമ്മാക്ക് ജോലി എടുക്കാനൊന്നും ആരില്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് വല്ലാത്ത ആഗ്രഹം തന്നെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ. അങ്ങനെ കല്യാണം കഴിപ്പിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോയി. പിന്നെ ഇവിടെ ആടല്ലത് അമ്മായിമ്മയുണ്ട്, മരുകളുണ്ട്. അമ്മായിമ്മക്ക് സ്വഭാവമുണ്ട്. എന്നാ നേരം വെട്ടി കഴിഞ്ഞാൽ അയൽവക്കത്ത് പോയിട്ട് പഞ്ചായത്തിൽ ഇരിക്കണം ഒരു വട്ടമേശക്ക്. അത് കഴിഞ്ഞിട്ട് 30 വരുള്ളൂ. ഒരു ദിവസം ഉണ്ട് ഈ മരോളിങ്ങനെ അടിച്ചുവഴിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിൽ. ഈ കരച്ചിൽ കേട്ടപ്പോൾ അടുത്ത് വീട്ടിൽ പോയ അമ്മായി ഓടി വന്നു. എന്താ മോളെ, എന്ത് പറ്റി? ഈ പെണ്ണ് പറയാ, മുണ്ടിടില്ല, കരയന്നെ. ഇത് കേട്ടോ പുതിയ മരോളല്ലേ. അമ്മായിയും കരയാൻ തുടങ്ങി. രണ്ടാളും കരച്ചിൽ കേട്ടോ കൂടെ കഴിച്ചില്ലേ. ചുറ്റുപാത്ര പെണ്ണുങ്ങളൊക്കെ വന്നു വെച്ച് എന്താ വെച്ച് ഒന്നും മുണ്ടണില്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങി. അപ്പൊ ആ അടുത്ത് കൂടി ഒരു ചെങ്ങാതി എന്ന് പറഞ്ഞ ഒരു പുരുഷൻ അല്ല ആണ് ഉണ്ട്. ഈ കർഷകപ്പാടെ കണ്ടപ്പോ മൂപ്പരാൾ ചെയ്തു, എന്തിനാ കഴിഞ്ഞ നമുക്ക് ഒന്നും മുണ്ടില്ല. കൊടുത്തു ഓരോന്ന് പിടിച്ച് ഓരോന്ന് പോഷണം കൊടുത്തപ്പോ അടി കൊടുത്തപ്പോ മരോട് പിന്നെ ഇവിടെ ഞാൻ ഇവിടെ കഴിയാണ്ട കാര്യമാണ്, മറ്റോട് ഓള് കഴിയുന്നുണ്ട്. അവസാനം അമ്മായിമ്മ ഞാൻ എൻ്റെ മരോട് കഴിയണം. അപ്പോൾ മരോടെ പിടിച്ച് 2 കൊടുത്ത്. മരോട് പറഞ്ഞേ, ഞാൻ ഇങ്ങനെ ആലോചിച്ച് എൻ്റെ ഭർത്താവ് ഇപ്പം ഇങ്ങനെ ഗൾഫിൽ പോയി. ഇനി ഗൾഫിൽ നിന്ന് വന്നിട്ട് മൂപ്പര് ഞാനൊക്കെ കൃഷി നടത്തിയിട്ട് അതിന് കുട്ടി ഉണ്ടായി. ആ കുട്ടി ഇങ്ങനെ നടക്കുന്ന പ്രായം നോക്കി അങ്ങനെ ഈ കിണറ്റിൻ്റെ പക്കത്തേക്ക് വന്നിട്ട് ഈ കിണറ്റിനേക്കാൾ വീട് മരിച്ചാലോ, എങ്ങനെയുണ്ട്? ഇത് കേട്ടപ്പോ ഗൾഫിൽ ഭർത്താവ് വന്ന് കൃഷി നടത്തിയിട്ട് കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടായിട്ട് വേണം, എന്നിട്ട് അത് വീണിട്ട് മരിക്കും വേണം. ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് കരയുന്നതാണ് ഇവിടുത്തെ സ്ത്രീകളല്ല, സ്ത്രീകൾ. എന്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ മതമുണ്ടോ ദീനുണ്ടോ നോക്കുക. ദീനുണ്ടെങ്കിൽ പിന്നെ ഇനി മറ്റൊന്നും നോക്കുന്ന ആവശ്യമാണ്. നല്ല ദീനെ ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ വേറെ ഒന്നും നോക്കണം. ആ കുടുംബത്തിന് ഐശ്വര്യമുണ്ട്. ആ കുടുംബത്തെ ആ കുടുംബമാക്കാൻ ആ കുട്ടി മതി. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസ്അബ് റളിയല്ലാഹു തആലയുടെ സുന്ദരിയായിരിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. ഈ മകളെ മർവാൻ വലീദിന്റെ മകന് വേണ്ടിയിട്ട് അദ്ദേഹം രാജാവ് ആലോചിച്ചു, വലീദിന് വേണ്ടി. പക്ഷേ മുസ്അബ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അങ്ങനെ തൻ്റെ പാവപ്പെട്ട ശിഷ്യനായിരിക്കുന്ന അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിനാണ് ഈ മകളെ ബഹുമാനപ്പെട്ട കല്യാണം കഴിച്ചു കൊടുത്തത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വളരെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വലീദ് പിന്നീട് ആരായി? സുബ്ഹാനല്ലാഹ്, കഅബ ശരീഫിന്റെ മുകളിൽ കയറി പരിശുദ്ധമായ ഖുർആൻ പിച്ചിച്ചിന്തികൊണ്ട് അതാ കഅബ ശരീഫിന്റെ പുറത്തേക്ക് അതാ എറിയപ്പെടുന്നു. എന്നിട്ടാണ് പറയുന്നു, അതഅദുനി ഫീ സല്ലാത്തിൻ അനീദൂ
وعملات جبار عنيد إذا جئت ربك يوم عسير فقل يا رب مزقني ولد. ഖുർആനെ നീ ആ മാഷാവൻസിലേക്ക് വരുമ്പോൾ നിന്റെ പഠിച്ചനോട് പറഞ്ഞേക്ക്, എന്നെ വലി തന്ന മനുഷ്യൻ പിടിച്ചു വെടിച്ചെറിഞ്ഞെന്ന് നീ നിന്റെ റബ്ബിനോട് പറഞ്ഞേക്ക്, എനിക്കൊരു പേടിയുമില്ല എന്ന് പറഞ്ഞ് കാഫറായിക്കൊണ്ടാണ് ആ മനുഷ്യൻ ചെത്തുപോയത്. ലോകമാകട്ടെ. അപ്പം നമ്മൾ ദീൻ നോക്കിയിട്ടാണ് നമ്മളെ കുട്ടികളെ കെട്ടിക്കുന്നതും, അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് പെണ്ണിനെ കെട്ടിക്കുമ്പോൾ എന്ത് ചെയ്യണം, രണ്ട് ഭാഗത്തും ദീനുണ്ടോ എന്ന് നോക്കാം. ബഹുമാറാവട്ടെ. അങ്ങനെയൊക്കെ ആലോചന നടത്തിയതിന് ശേഷം പിന്നെ പെണ്ണ് കാണാൻ പോവാ. ആരാ പെണ്ണ് കാണാൻ പോണത്? പഴയ കാലത്തൊക്കെ വാപ്പ പോയി കാണും, എന്നിട്ട് മകൻ പോയി കാണുന്നില്ല, കാണാനുള്ള ആവശ്യമില്ല. വാപ്പ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞാൽ മകൻ പോയി കെട്ടിക്കൊണ്ടില്ല. എന്താ അയക്കാൻ വേണ്ട പല ഐറ്റുള്ള പോയി എന്നാൽ വേണ്ട. ആ പഴയ കാലത്ത് വാപ്പ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മകൻ അത് കിട്ടുന്നെ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നേരെ തിരിച്ചാ. ഇപ്പൊ കെട്ടാൻ പോകുന്ന പുരുഷനല്ല ഇഷ്ടപ്പെടേണ്ടത്, പിന്നെ കൂടെ ഇവിടെ മാറ്റിക്കോളത്തിൽ പോകും ഒരു 4-5 ചെക്കന്മാര്. എന്നിട്ട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നാൽ ഓർക്ക് ഇഷ്ടപ്പെട്ടു. അത് കെട്ടിന് ചെക്കൻ എപ്പോഴും ഇഷ്ടപ്പെടുക, എല്ലാവരും ഇഷ്ടപ്പെടുക ലാസ്റ്റ്. സുബ്ഹാനല്ലാഹ്, വളരെ ഹറാമാണത്. ഈ കെട്ടാൻ പോകുന്ന പുരുഷന് മാത്രമേ ഈ പെണ്ണിനെ കാണാൻ അവകാശമുള്ളൂ. അത് എവിടെ കാണുന്നത്? 2 മുങ്കയിന്റെ ഉള്ളും മുഖവും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിന്റെ ഭംഗി മനസ്സിലാക്കാൻ കഴിയും. 2 ഉള്ളങ്കൈ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിന്റെ ശരീരപ്രകൃതിയും അറിയാൻ കഴിയും. പിന്നെ അവിടെ പോയിട്ട് പെണ്ണുങ്ങളൊരു പോക്കുണ്ട്. സുബ്ഹാനല്ലാഹ്, പുതിയവളൊക്കെ ഇഷ്ടപ്പെട്ട് പോന്ന്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ ഒരു നാത്തുമാരും ഒരു പിന്നെ ഡേശിമാരും പിന്നെന്താണ് ഉമ്മമാരൊക്കെ കൂടെ പോയിട്ട് അങ്ങനെ കൊളാക്കിയിട്ട് അവിടെ ബിരിയാണിയും അതുപോലെ തന്നെ ഇനിയപ്പോൾ പറയില്ല, ഇതൊക്കെ പാടെ അകത്തായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്കിഷ്ടമില്ല. അതിൻ്റെ മൂക്കിനെന്താ 2 ഓട്ടം ഉണ്ടാവും, സംശയമാണ്. ഒരു ഓട്ടങ്ങളൊക്കെ സംശയമുണ്ട്. ഞാൻ പണ്ട് അത് ശരിയാട്ടെ, ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കിയത്. നമുക്ക് വേണ്ടല്ലേ, അന്ന് ഞങ്ങൾക്ക് അവനോട് പറയട്ടോ വേണ്ടെന്ന്. അതുപോലെ ഇതൊന്നും ഇസ്ലാമില്ല. കെട്ടാൻ പോകുന്ന പുരുഷന് മാത്രമേ ഈ കെട്ടുന്ന സ്ത്രീയെ കാണാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്നാൽ കെട്ടാൻ പോകുന്ന നമുക്ക് പെൺകുശനാണെങ്കിലോ ഓൾ പെണ്ണുങ്ങളൊന്നും കാണൂല. എൻ്റെ മരുക്ക കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങൾ കാണൂല, അത് പറ്റൂല. ഏത് പെണ്ണിനെ കെട്ടാൻ പോകുന്നെങ്കിൽ ആ പെണ്ണിന്റെ മുന്തയും മുഖവും കാണുന്ന നിർബന്ധമാണ്. അല്ലെ പിന്നീട് വിഷമായി വരും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട മുഈദത്ത് ബിൻ ശൈബ, ആരാണ്? മുഈദത്ത് ബിൻ ശൈബ റളിയല്ലാഹു തആല അൻഹു നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാനൊരു പെണ്ണിനെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പെണ്ണിനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുന്നു, ഹൽ നദർത ഇലൈഹാ, ആ പെണ്ണിനെ കണ്ടിക്കണോ? നീ ആ പെണ്ണിനെ നോക്കിയോ? അതിന്റെ മുഖത്തേക്ക് നോക്കിയോ? നിന്റെ കയ്യിലേക്ക് നോക്കിയോ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഈദത്ത് ബിൻ ശൈബ റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ ഖുൽതു ലാ, ഇല്ല നബിയെ, ഞാൻ നോക്കിയിട്ടില്ല. ഈ സ്വഹാബി റസൂലുള്ളാഹിനോട് പറയാണ്, ഞാൻ നോക്കിയിട്ടില്ല റസൂലേ. അപ്പോഴാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്നുറ ഇലൈഹാ, നീ നോക്കണം മോനെ, നീ പോയി നോക്കി വാ, ആ പെണ്ണിന്റെ മുഖത്ത് പോയി അവളെ 2 കൈയിൽ നോക്കിയിട്ട് വാ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്തേ കാരണം? ഫഇന്നഹു അഹറാ അയൂദിമ ബൈനഹുമാ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ആ സ്നേഹബന്ധം അതാ ഊട്ടിയുറപ്പിക്കുവാൻ അത് കാരണമാകുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അല്ലെ പിന്നീട് ഖേദിക്കേണ്ടി വരും. കല്യാണം കഴിഞ്ഞിട്ട് നല്ല
പെണ്ണാന്ന് വിചാരിച്ചിട്ട് കൂട്ടുകാരൊക്കെ വന്ന എൻ്റെ പെണ്ണ ഈ നമുക്ക് കാണുകയും ചെയ്തില്ല. കൊടുന്ന് ആദ്യത്തെ ദിവസം തന്നെ മലയാളി കളിയപ്പോൾ ഓൾക്ക് എന്തോന്ന് തമ്മിണ്ട്, എന്താ ഞാൻ പറയില്ല. സുബ്ഹാനല്ലാഹ് പിറ്റേ ദിവസം തന്നെ ഓളെ മണി വാപ്പാൻ വിളിച്ചിട്ട് നിങ്ങളെ കുട്ടിയെ കൊണ്ടേക്കൊണ്ടാണ് ഇതുണ്ടായതോ. ഇത് സംഭവം ഉണ്ടായതാണ്. ചില സ്ത്രീകളും ചില പുരുഷന്മാരും പറയാൻ മടിക്കുന്ന രഹസ്യമായ കാര്യങ്ങളതൊക്കെ. അതിനാണ് പ്രവാചകൻ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്. നമ്മളവിടെ ചാടി വെച്ചിട്ട് പെണ്ണിട്ടാണ് ഓടി പെണ്ണിട്ടിയ പോരാ, ഇതൊക്കെ ചെയ്യണം. ഉണ്ടോ? പുരുഷൻ മോഹനോട് പറഞ്ഞ് ഷീബാനോട് പറഞ്ഞ് നീ പോയി കാണ്, എൻ്റെ മുഖം കയ്യ് നോക്കി കണ്ടാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മുഖവും അതുപോലെ തന്നെ മുൻകൈകളിൽ കേട്ടുന്ന പുരുഷനെ ജായിസാണെന്ന് പ്രവാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിചാരിച്ചിട്ട് ഇതിൽ പെൺകുട്ടിയുണ്ടോ അവനെ നീയത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായി പങ്കെടുക്കണം. ഈ ഉപ്പാനോടും അതുപോലെ തന്നെ ആങ്ങളമാരോടൊക്കെ എന്ത് ഏതെങ്കിലും പുതിയ പണ്ട് വരുമ്പോഴേക്ക് അതിനെ മതിനാക്ക് അതൊക്കെ അതന്നെ മതി എന്ന് പറഞ്ഞ് നിർബന്ധിക്കട്ടോ. അതിന് നിങ്ങൾക്ക് അവകാശമില്ല. കെട്ടാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണിനെ ഒരിക്കലും ചെയ്യാൻ പറ്റൂല, നിർബന്ധിക്കാൻ പാടില്ല. വിവാഹത്തിന്റെ മേലെ അവൾക്ക് ഇഷ്ടപ്പെട്ട പുതിയവനെ അവിടെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു പുതിയപ്പ നമ്മൾ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുമ്പോൾ ഈ പാവത്താണെങ്കിലോ കെട്ടിക്കാതെ ഇങ്ങനെ ഇരിക്കല്ലേ. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് വന്നാന്ന് വെച്ചിട്ടാണ് ഉമ്മയും വാപ്പിയും കാത്തിരിക്കുന്നത്, ശരിയാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളെ അറിവ് കൊടുക്കാൻ പറ്റുമോ? കെട്ടിച്ചില്ലെങ്കിൽ കെട്ടിച്ചില്ലാതെ വരുള്ളൂ. അതിന്റെ സമയമാകുമ്പോൾ അതിന് അല്ലാഹു തആല കുഫുവത്ത ഒരു ഭർത്താവിനെ കണ്ടുവച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടി സമയം എടുക്കാണത്. നമ്മൾ വരുന്നതിന് മുമ്പ് ചാടി വെച്ചിട്ട് ഇത് മതിയടി അടക്കിയെന്ന് പറഞ്ഞാൽ പറ്റൂല. മുമ്പിനിങ്ങളെ ഉമ്മ ഒരിക്കലും നമ്മൾ മക്കളെ പെൺമക്കളെ വിവാഹത്തിലേക്ക് നിർബന്ധിക്കാൻ പാടില്ല. വിവാഹത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ പുതിയ പെണ്ണ മതി എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നതൊക്കെ ഹബീബ് റസൂൽ പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ വെറും വർത്തമാനം പറയില്ല. പിന്നെ എന്തെങ്കിലും ഒരു കഥയൊക്കെ പൊട്ടീസായിട്ട് പറയുന്നതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹദീസും ആഴത്തും ബോധിക്കാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം നമ്മൾ പഠിക്കണം, അനുസരിക്കണം. നിങ്ങളെ ഭർത്താക്കൾ പാട്ടെടുക്കണം. അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ തുങ്കൽ അയ്മത തസ്തഹമല. ഒരു സയ്യിബായിരിക്കുന്ന ഒരു വട്ടം കല്യാണം കഴിപ്പിച്ച് എന്തോ ഒരു കാരണത്തിന് വേണ്ടി കുറച്ച് ദിവസം വളർത്താൻ വേണ്ടി തൊഴാതെ ചെല്ലപ്പെട്ട പെണ്ണാണ് സയ്യിബ്. ഈ സയ്യിബാകുന്ന പെണ്ണിനെ വിവാഹം ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ അവളോട് ശരിക്ക് സമ്മതം ചോദിക്കണം, മോളെ അതിന് പറ്റുമോ? അപ്പോൾ അവൾ ആ എന്ന് പറഞ്ഞാൽ ഓക്കെ. നേരെ മറിച്ച് ഒരിക്കലും കല്യാണം കഴിക്കാത്ത ബിക്റാണെങ്കിലോ കന്യകയാണെങ്കിലോ അവളെ സമ്മതം കെട്ടുന്നത് വരെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റൂല. സയ്യിബാണെങ്കിൽ ആ ഉപ്പാങ്ങൾ കഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ കഴിച്ചു കൊടുക്കാം. എന്നാൽ കന്യക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല, ഫസ്റ്റ് കല്യാണം കഴിപ്പിക്കുക. അങ്ങനെ ബിക്കറാണെങ്കിൽ അവളെ സമ്മതം കിട്ടണം. അപ്പോഴാണ് സ്വഹാബത്തിന്റെ ചോദ്യം. താഴെ സ്വഹാബി റസൂലുള്ളാഹിയുടെ സ്വഹാബൊക്കെ ചോദിച്ചു, കൈഫ ഇദ്രുഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഈ ബിക്കറിന്റെ സമ്മതം ഉണ്ടാവുക? ഓള് പറയാം, ഇപ്പൊ കമ്പത്തെ മതി പറയോ അറിയട്ടോ. ഇപ്പൊ കാലം വിലക്കുന്നത് അപ്പൊ അതിന്റെ ചാറ്റിലല്ലേ. ഇപ്പൊ മൊബൈൽ എടുക്കില്ല, പടച്ചോനെ ചാറ്റില. ഇപ്പൊ നമ്മൾ കണ്ടെക്കൊന്നും വേണ്ട, ഓരോ കണ്ടൻസ് ആയി കണ്ടെത്തിട്ടുണ്ടോ? നമ്മളതൊന്നാണ് തല്ലി കൊടുത്തോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എങ്ങനെയാണ് നബിയെ ഈ ബിക്റിന്റെ സമ്മതം കിട്ടുക, എങ്ങനെ മനസ്സിലാവുക? അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അസ്തഗ്ഫിർ. അവിടെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, മൗനം സമ്മതമാണ്. കല്യാണം കഴിക്കാത്ത തീരെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയോട് മോളെ അത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളിങ്ങനെ മിണ്ടാതിരിക്കും. അപ്പൊ മനസ്സിലാക്കാം നമുക്ക് കുഴപ്പമില്ല. എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നാൽ
കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, പിന്നെ കുട്ടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്താ സംഗതി, മനസ്സിൽ വേറെ ഒരാളെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഒരു ഒന്നിക്കെ ഇതര മതസ്ഥരാകും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നീക്കണം. ചാടി പോയിട്ട് രജിസ്റ്റർ വിവാഹം കഴിക്കാം. ഇപ്പൊ ചാടിപ്പോക്ക് പിന്നെ പെൺകുട്ടികളൊന്നല്ല, പിന്നെ ആരാ, ആ 2-3 കുട്ടികളെ തള്ളമാര് 10-18 വയസ്സായ ചെക്കന്മാർ കൂടെ. എന്താ അതൊക്കെ? ഭർത്താവും വേണ്ട, 2 കുട്ടികളും വേണ്ട, ഒരു ഒമ്പങ്ങളും ചെയ്ത് 18 വയസ്സായ ചെക്കനെ എന്നെ കുട്ടിക്ക്. പേപ്പർ എടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ, TV എടുത്ത് നോക്കിയാൽ ഇതെന്നെ സംഭവം. ചാടിപ്പോയി പീഡിപ്പിച്ചു. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം അതൊക്കെ 1400 വർഷം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന മൈക്കിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ ലോകത്തിന്റെ അന്ത്യം അടുക്കുമ്പോൾ ഒരു വളഞ്ഞ വടി, പിന്നൊരു വടി, ആ മടി മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന കാലഘട്ടം എന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഈ മൈക്കിനെ സംബന്ധിച്ച് പോലും 1400 വർഷം പറഞ്ഞിട്ടുണ്ട്. എന്നമാർക്ക് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്ന് 1400 മുമ്പ് അന്ന് ഈ സംഭവം തന്നെ കേട്ടോ. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് അന്ന് റസൂലുള്ളാഹി സൂചിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കാന മിൻ ആദാത്തിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലത്തിൽ പതിവുണ്ടായിരുന്നു, പുരുഷന്മാരെ ഗേൾഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുക, അതുപോലെ പെണ്ണുങ്ങൾ ബോയ് ഫ്രണ്ടുകളും തെരഞ്ഞെടുക്കുക. ആണുങ്ങളെ ഇപ്പൊ ബീച്ചിലൊക്കെ പോയാൽ കാണാം, എവിടെ കിടക്കുന്ന അന്യ സ്ത്രീകൾ, എവിടെ കിടക്കുന്ന അന്യ പുരുഷനേക്കാൾ ഓടിങ്ങനെ തോളിൽ കൈയും വെച്ചിട്ട് എന്താ പുതിയന്റെ മാർഗ എന്നാ ഓര് പുതിയവിടെ കുടുംബമല്ല, ബന്ധമല്ല, ഏതോ കിടക്കുന്ന സാധനേക്കാരം ഇവിടുത്തത്, ഏതോ കിടക്കുന്ന ഒന്നേക്കത്ത്. എന്നിട്ട് ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ പഞ്ചായത്ത് മണിയിരിക്കുക. മറവട്ടെ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ബാപ്പാനെ അല്ലെങ്കിൽ പിതാവിന്റെ സമ്മതം കൂടാതെ ഒരു പെണ്ണ് സ്വമേധയാ രജിസ്റ്റർ കല്യാണം കഴിച്ചാൽ അവരുടെ രജിസ്റ്റർ കല്യാണം ബാത്തിലാകുന്നു. പിന്നെ ചെയ്യുന്നത് സിനയാണ് മക്കളെ. ഉമ്മമാരെ, നിങ്ങളെ മകള് ചാടിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളെ മകൻ ഏതെങ്കിലും ഇവിടെ ചാടിക്കൊണ്ടിട്ട് വല്ല രജിസ്ട്രേഷൻ ഓഫീസ് പോയിട്ട് വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവാഹം ബാത്തിലാണ്, ആ നിക്കാഹ് ബാത്തിലാണ്, വലിയില്ലാത്ത നിക്കാഹ് ബാത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോ വാപ്പാനെ കൂട്ടാത്ത നിക്കാഹ് ബാത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ചാടി പോയിട്ട് രജിസ്റ്റർ ചെയ്ത് ഞാനൊന്നും വിവാഹം കേട്ടോ, മനസ്സിലായിക്കോട്ടെ. ഇത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കെട്ടുമ്പോൾ നല്ല കന്യകനെ കെട്ടണമെന്നാ. 2-3 വട്ടമൊക്കെ സേമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് ആദ്യത്തെ ഭർത്താവിനോട് ലേശപ്പൊരു ഇഷ്ടമുണ്ടോ, എങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് കെട്ടുമ്പോൾ കന്യകയെ കെട്ടണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഒരു വിധവയായ പെണ്ണ് കെട്ടിയപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറോട് പറഞ്ഞു, ജാബിറെ അല്ല അണുക്കൊരു കണ്ണീര് കെട്ടിക്കൂടാതെ ഞാൻ കളിക്കാൻ വന്നു, കുറച്ചു കാലം കളിച്ചൂടെ, കളിക്കാൻ വേണ്ടിയിട്ടാണ് പെണ്ണിട്ടുള്ളത്. അതുകൊണ്ട് അത് ബിക്കലിനെ കെട്ടിക്കൂടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ നല്ല ചിന്തിക്കണം കേട്ടോ ഉമ്മ പെങ്ങന്മാരെ. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ പെണ്ണ് കാണാൻ വന്നു, അല്ലെങ്കിൽ നമ്മളെ ചെക്കൻ എന്ത് ചെയ്തു വേറൊരു വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയി, എങ്ങനെയായാലും ആ ചെക്കൻ്റെ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ, ആ സ്ത്രീയുടെ വീട്ടുകാരുടെ
ഒരു വിവരം കിട്ടാതെ പിന്നെ വേറെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് ആലോചിക്കാൻ പറ്റില്ല. മനസ്സിലാണ്ടോ? ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു, കുട്ടിയെ കണ്ടുപോയി, ആ വിവരം തരാണ്ട് പോയത്, ആ വിവരം അല്ലെങ്കിൽ നമ്മൾ വിവരം കൊടുക്കാന്ന് അങ്ങോട്ട് പറഞ്ഞു. ഈ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിവരം കിട്ടുന്നതിന് മുമ്പ് വേറൊരാൾ വന്നിട്ട് വിവാഹം ആലോചിക്കാൻ പറ്റൂല. കാരണം എന്താണ്, ഇതിവിടെ ഉറപ്പില്ലതാണല്ലോ. ഉറച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ മറ്റു വന്നിട്ട് എന്താ കാര്യത്? അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ യഹില്ലു ലിമർഇൻ അയഖ്തബ അലാ ഖിത്ബതി അഖീം. ഒരു മനുഷ്യനും ഹലാലാകൂല തൻ്റെ സഹോദരൻ വിവാഹം ആലോചിച്ചു എന്നാൽ അതിൻ്റെ പുറത്ത് വിവാഹം ആലോചിക്കൽ ഒരു മനുഷ്യനും ഹലാലാകില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, നമ്മൾ കല്യാണം കഴിക്കാം അല്ലേ? അതുപോലെ ഇത് കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കുന്നത് ആദ്യമായിട്ട് എന്ത് വന്നോ, സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ ഒരു മഹർ കൊടുക്കണം. മഹറില്ലാത്ത കല്യാണം ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ, വലിയ വേണം, ഭാര്യ ഭർത്താക്കന്മാർ വേണം, 2 സാക്ഷി വേണം, പിന്നെ പദം വേണം. ഈ പദങ്ങളുമാണ്. അപ്പം മഹർ നിർബന്ധം. മഹറില്ലാതെ നിക്കാഹ് ശരിയാവുകയില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ലാ ശിയാറ ഫിൽ ഇസ്ലാം. മഹറില്ലാത്ത കല്യാണം ഇസ്ലാമില്ലാതെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് നമ്മക്കത് പോവാം. പക്ഷേ ഇവിടെ പിന്നെ ആരാണ്ടത്, ഈ വന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ബിരിയാണി വെച്ച് പോയാൽ ഇവിടെ ആരാണ്ടത് പറയും? പുതിയവൻ പിന്നാരാണ്? പുതിയവിടെ. പക്ഷേ ഇനി അവരാണ് കളിക്കാനത്. നമ്മുടെ കളി കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് പോയി. ഇനി ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുമ്പോൾ അത് വളരെ സ്നേഹത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും വളരെയധികം വിട്ടുവീഴ്ചയോടുകൂടിയും ജീവിക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിന് ആദ്യം ഭർത്താവിൻ്റെ കടമകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഭാര്യൻ്റെ കടമകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് ആദ്യം ഭാര്യൻ്റെ കടമയാണ് വേണ്ടത്, ഭർത്താവിൻ്റെ കടമകളാണ് വേണ്ടത്? നിങ്ങൾ ഇഷ്ടമാണ് ഭാര്യമാരുടെ നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഭാര്യമാരുടെ കടമ പറയാം. അത് കുറച്ച് ഭാഗ്യം പറഞ്ഞിട്ട് അതിന് സമയം തുടങ്ങും. അപ്പൊ ഭാര്യമാരുടെ കടമകൾ ഒന്നാമത്തേത്, കുറ്റകരമല്ലാത്ത എന്ത് കാര്യം തൻ്റെ ഭർത്താവ് കൽപ്പിച്ചാലും അത് അനുസരിക്കുക. എന്താ പറഞ്ഞത്? കുറ്റകരമല്ലാത്ത എന്ത് കാര്യം നമ്മുടെ ഭർത്താവ് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു കൊടുക്കുകയും വേണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖൈറുൻ നിസാഇ ഇംറാഅത്തുൻ മിൻ നദർത ഇലൈഹാ സഖത്തുക വഇൻ അമർതഹാ ആതുക ഇൻ കുത്ത അൻഹാ ഹഫതതുക ഫീ മാലിക വനഫ്സിഹാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സ്ത്രീകൾ വെച്ച് ഉത്തമയായ സ്ത്രീ ആരാകുന്നു? അതൊരു പെണ്ണാകുന്നു. ഈ നദർത ഇലൈഹാ സഖത്തുക, ആ പെണ്ണിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഭർത്താക്കന്മാരൊക്കെ പണിമാക്കുമായിട്ട്, ഇപ്പം മീൻ കച്ചവടമായിക്കോട്ടെ, അല്ലെങ്കിൽ മീൻ പിടിക്കാതായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഒരു ജോലി ആയിക്കോട്ടെ, ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പഠിക്കാൻ നിൽക്കാം. എവിടെ? അമ്മായിമാനെ നോക്കണ്ടോ? അടി കിട്ടിയിട്ട് എന്നോട് പറയില്ലേ, അമ്മായിമാനെ നോക്കിയ ശേഷം പഠിക്കാൻ നിൽക്കുക. എപ്പോഴാണോ ഭർത്താവ് പണി മാറ്റുന്ന സമയം നോക്കിയിട്ടാണ് പഠിക്കാൻ നോക്കി നിൽക്കുക. എവിടെ? വാതിലവിടെ. ഇതിന് ഭർത്താവ് വളരെ ക്ഷീണിതനായിട്ട് ചിലപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പിന്നെ കൂലി കിട്ടിയിട്ടുണ്ടാവില്ല, വളരെ വിഷമത്തോടുകൂടി വരിക. ആ വരുന്ന സമയത്ത് എൻ്റെ ആ ഒരു പുഞ്ചിരി, ആ ഭാര്യൻ്റെ ആ പല്ലും കടിയ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ ഈ ഭർത്താവിന് എല്ലാ മനപ്രയാസങ്ങളും എല്ലാ വിഷമം അതോടെ തീർന്നു.
സർവത്തുക അവളിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ നിന്നെ അവൾ സന്തോഷിപ്പിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. നേരെ മറിച്ച് സുബ്ഹാനല്ലാഹ് ഈ സാധു പണി മാറ്റി വരികയാണ്. മീനും കിട്ടിയിട്ടില്ല, പൈസയിലൊന്നുമില്ല, ക്ഷീണിച്ച് വരുന്ന സമയത്തേക്ക് ഉണ്ട് അവിടെ പഠിക്കട്ടെ ഇങ്ങോട്ടും ഒരു കടന്നിൽ കുത്തിയാൽ മാറ്റും. നിങ്ങൾ കാണാനല്ലോ ചേച്ചിനായി ഇങ്ങനെ വീർപ്പിച്ചിട്ട് അടിയും കൂടി ഇല്ല, നിങ്ങൾ ഇന്നത്തെ പഠിക്കരുത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ ഒന്നും ഇല്ലാതെ ഭാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം കിട്ടും. ഉമ്മമാൻ മനസ്സിലുണ്ടോ? നേരെ മറിച്ച് എന്ത് ചെയ്യുക, ആ ഇല്ലായ്മ എടുത്തിട്ട് ആ ഇന്നെന്ത് വഴിയോ സാറില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം ഇതിന് ശേഷം ഇന്നിപ്പോൾ നമുക്ക് വെക്ക അടിയൊന്നുമില്ലല്ലോ, നമ്മളിപ്പോൾ കടയിൽ പോകുമ്പോൾ ലേസം അരി കൊണ്ടുവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ പുറത്തത് എന്ത് സന്തോഷിക്കണം. ഇത് വെണ്ണീൻ്റെ മുന്നേ ഒരൊറ്റ പോകുമ്പോൾ അപ്പോൾ രണ്ടാറ്റം പോകുമ്പോൾ കിട്ടി വരും. ഇതൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതാ സർവ്വത്തിക്ക ഇതാ നിലത്ത ഇരിക സർവ്വത്തിക്ക. നീ അവളേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. നീ വല്ലതും അവളോട് കൽപ്പിച്ചാൽ അവൾ നിനക്ക് വഴിപ്പെടുന്നതാണ്. നിങ്ങൾക്ക് വയ്ക്കാൻ മനസ്സിലാക്കി വന്നില്ല പറയാൻ പാടില്ല. മകന്മാരെ ഒരിക്കലും പറയാൻ പാടില്ല. ഭർത്താവ് എന്താണ് കൽപ്പിക്കുന്നതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു ഭാര്യനെ ഭർത്താവ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ അവൾ അടുക്കളയിലാണെങ്കിൽ ശരി, ഒട്ടകക്കാട്ടിൻ്റെ ഉള്ളിലാണ് ശരി, തൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഭർത്താവിനെ ചെല്ലണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പിന്നെ ആ ഭർത്താവ് ഗൾഫിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ വേറെ ഉച്ചയ്ക്കൊക്കെ പോയി മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ പുറമ്പോക്ക് പണിക്ക് പോകണ്ട. നല്ല മദ്യവും മാംസമൊക്കെയുള്ള മനുഷ്യനാണ് നിങ്ങളെ ഭർത്താവും. നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും വേണ്ടി വിയർപ്പ് ഒലിപ്പിച്ച് അധ്വാനിക്കാൻ വേണ്ടി പോയിക്കാണ് ഗൾഫിലേക്ക്. എന്നിട്ട് അദ്ദേഹത്തെ ബന്ധിച്ചുകൊണ്ട് നിങ്ങൾ പുറംപണി എടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെയും അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും മലായികത്തിന് ശാപം ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. നമ്മൾക്കും നമ്മളെ മക്കൾക്കും വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഗൾഫിലേക്ക് വിയർപ്പ് വെള്ളം മാറ്റി പോയിട്ടുള്ളത്. നമ്മളിവിടെ എന്ത് ചെയ്യുക, ആ വേണ്ട പൈസ ഇവിടെ വേറെ ചെക്കൻ്റെ പിന്നാലെ പോയിട്ട് സുഖിക്കാം, പഠിച്ചോണ്ടാക്കട്ടെ. ആ മനുഷ്യമാ ഭർത്താവിനോട് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ സമ്പത്തും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സന്താനങ്ങളെയും നിന്റെ ശരീരവും നീ സൂക്ഷിക്കാതെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പിന്നെ രണ്ടാമത്തെ കടമ ഭർത്താവിൻ്റെ അഭിമാനം കാക്കണ്ട. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചണ്ട വിളിട്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനോട് ഇല്ലാതെക്കാം, അതൊരിക്കലും പറ്റില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇദാ സല്ലത്ത് ഖംസഹ വസമത് ശഹറഹ വഅഫലത് ഫർജഹ വതഅത് സൗജഹ വദഖലത് മിൻ അബ്വാബി മിൻ ജന്നാത്ത്. ഒരു പെണ്ണെ 5 വക്ത് നിസ്കരിച്ചു, റമദാൻ മാസം നോമ്പ് നോറ്റു, തൻ്റെ മുഖ്യസ്ഥാനം സൂക്ഷിച്ചു, ഭർത്താവ് വഴിപ്പെട്ടാൽ സ്വർഗത്തിന് 8 കവാടമുണ്ട്. ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഉമ്മവെങ്ങന്മാരെ, ചിത്രക്കടയല്ല, ഭർത്താവിനുള്ള കടങ്ങൾ ചിത്രക്കടയിൽ കേട്ടോ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെ, അമ്മായിമ്മ, അമ്മോശൻ, അതുപോലത്തെ സന്താനങ്ങൾ, ഇവരൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ ഒരിക്കലും തന്നെ പുറത്തു പോകാൻ പാടില്ല. ഒരിക്കലും തന്നെ ഭർത്താവ് പോവണ്ട എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ
ഒരു മനുഷ്യൻ യുദ്ധത്തിന് പോവാണ്. ഒരു സ്വഹാബി യുദ്ധത്തിന് പോകുമ്പോൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ ആ മഹദിയുടെ ആ ഭാര്യയുടെ വാപ്പാക്ക് സുഖമില്ല, സീരിയസ് ആണ്. അങ്ങനെ മരിക്കാൻ സമയിക്കണം. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ ഭാര്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു ദൂതനെ വിട്ട്, ഒരാളെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്നെ നീ നിന്റെ ഭർത്താവിനെ വേണ്ടി ഭയപ്പെടുക, എങ്കിൽ നിനക്ക് സ്വർഗമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? തൻ്റെ ബാപ്പ മരിച്ചിട്ടും അങ്ങോട്ട് പോവാതെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇരുന്നു. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, വജബത്തു ലഹൽ ജന്ന, ആ പെണ്ണ് സ്വർഗ്ഗതുല്യമായി. അപ്പോൾ ഭർത്താവിന് ഭയപ്പെടുക. ഈ ലോകത്ത് ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ അത് സ്വന്തം ഭർത്താവിനെ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. തൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ നിന്ന് ഒലിക്കുന്ന ചീഞ്ചനം തൻ്റെ നാവ് കൊണ്ട് നക്കി കുടിച്ചാൽ പോലും ഭർത്താവിനുള്ള കടമ തീരുവയില്ലാതെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അയ്യുമമ്മാത്തിൻ ഖറജത് മിൻ ബൈതി സൗജിഹാ ബിഗൈരി ഇദ്നി ലഅനഹാ കുല്ലു ഷൈഇൻ തലഅത് അലൈഹി ശംസു വൽ ഖമർ ഹത്താ റജഅ ഇലാ ബൈതി സൗജി. ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതം കൂടാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അതാ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സൂര്യൻ അതുപോലെ തന്നെ ചന്ദ്രനും ഉദിച്ചത് മുതൽക്ക് എന്തെല്ലാം വസ്തുക്കളുണ്ടോ എങ്കിൽ ആ വസ്തുക്കൾ മുഴുവനും ഇവളെ ശപിക്കുന്നതാണ്. ഏതുവരെ? ഇവൾ തൻ്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നതെന്ന് വരെയെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട് കേട്ടോ, നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ നല്ല പെണ്ണുങ്ങളാണ്. ചില ഭർത്താക്കന്മാരുടെ പെൺകുസുമാർ ഓരോ പുതിയ എടുക്ക് പോയാലും കുഴപ്പമില്ല, എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഇനി ഒന്നാകെ ചുറ്റിയിട്ട് പോയാലും വേണ്ട, ചുറ്റാതെ പോയാലും വേണ്ടില്ല, അത്ര പൂസിട്ട് പോയാലും വേണ്ട, ചെണ്ട് പൂസിട്ട് പോയാലും വേണ്ട, പോയിട്ട് പോയാലും ഒരു കുഴപ്പമില്ലാത്ത പെൺകുസ്. അത് വളരെ കടുത്ത ഹറാമാണെന്ന് പറഞ്ഞമാരെ. അങ്ങനെ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാൽ തന്നെ നിങ്ങൾ അനുസരിക്കരുത്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ വീണ്ടായി കൊടുക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അൽ-മർഅതു ഇദാ ഖറജത് മിൻ ബാബി ദാരിഹാ. ഒരു പെണ്ണ് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. എങ്ങനെ പോയത്? മുസയ്യറതൻ വ മുഅത്തറതൻ ബിത്വീബ്, നല്ല അത്രക്ക പൂശിയിട്ട് നല്ല ഭംഗിയോടെ കൂടെ അതാ വീട്ടിൽ നിന്ന് പുറത്തു പോയി. പക്ഷേ ഭർത്താവ് വലിയ ഇഷ്ടം ഇവിടെ ഇങ്ങനെ പോണത്. എങ്കിൽ ഓള പോയ സമയത്തെ ഓരോ ചെരുപ്പടിക്കാരനും ഇവന് ഈ പെൺകൂസനായ ഭർത്താവിന് നരകത്തിൽ ഓരോ വീട് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്താ കുഴപ്പം? പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങി പോയി കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളുടെ പോക്കിൻ്റെ അനുസരിച്ച് അവളുടെ ഓരോ ചവിട്ടടിക്കാരന് തോതനുസരിച്ചുകൊണ്ട് ഇവന് ഈ പെൺകൂസനായ ഭർത്താവിന് ഓരോ വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇനി എൻ്റെ ഉമ്മമാരോട് കൂടി പറയട്ടെ, തൻ്റെ ഭർത്താവിൽ കഴിയാത്ത കാര്യം ഒരിക്കലും നിർബന്ധിക്കരുത്. പാവക്കാലം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കൂടി ഇല്ലാത്ത സാധനങ്ങൾ, എനിക്ക് ഇങ്ങനത്തെ ചുരിദാർ വേണം, അങ്ങനത്തെ ഫർദ വേണം, ഇങ്ങനത്തെ മറ്റേത് വേണം, എനിക്ക് നല്ല മന്തി വേണം, എനിക്ക് ബിരിയാണി ആടിനായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കൽ തന്നെ തൻ്റെ ഭർത്താവിനെ കഴിയാത്ത കാര്യങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ആ
قال رسول الله صلى الله عليه وسلم أي امرأة أدخلت على زوجها القم في أمر نفقة ഒരു ചെലവിൻ്റെ വിഷയത്തിൽ തൻ്റെ ഭർത്താവിന് ഒരു മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തൻ്റെ ഭർത്താവിന് ഏതെങ്കിലും പെണ്ണിട്ടുകൊടുത്താൽ, മനസ്സിലേക്ക് തോന്നിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഭർത്താവിന് കഴിയാത്ത കാര്യം നിർബന്ധിപ്പിച്ചാൽ ലാ യഖ്ബലുല്ലാഹു ഫീഹാ സർഫൻ വലാ അദ്ലാ, അവിടെ ഒരൊറ്റ ഇബാദത്ത് സ്വീകരിക്കൂല. ഇതന്നെ അവൾ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പിട്ടും കാര്യമില്ല, ഇനി ഹജ്ജിട്ടും കാര്യമില്ല. തൻ്റെ ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ തൻ്റെ ഭർത്താവിന് നിർബന്ധിച്ചാൽ ലാ യഖ്ബലുല്ലാഹു ഫീഹാ സർഫൻ വലാ അദ്ലാ, ഒരു ശുപാർശയും ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി ഭാര്യമാർക്കുണ്ടാകുന്ന വേറെ സ്വഭാവം, നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യമാരെ കേട്ടോ, കുറ്റം പറയട്ടോ. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ചെറിയ പിണക്കം ഉണ്ടായി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അന്നേ വരെ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് പറയും, ഞാൻ അത് കൊണ്ടിട്ടുണ്ട്, നിങ്ങളോട് എന്തല്ലത് നീ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലൗ കാന ജമീഅ മാ ഫിൽ അർളി ദഹബൻ വഫില്ലാ, ഭൂമി നിറച്ച് ഒരു പെണ്ണ് സ്വർണ്ണമോ അല്ലെങ്കിൽ വെള്ളിയോ കൊണ്ടുവന്നു, തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുവന്നു, എന്നിട്ടോ എന്നൊരു പ്രശ്നത്തിന് വേണ്ടി അവൾ അതുകൊണ്ട് ഫഹ്റടിച്ചു, അതിൻ്റെ ഒന്നല്ലേ അത് നിങ്ങൾ പ്രത്യേക ഷർട്ടുള്ള അതിൻ്റെ ഒന്നല്ലേ എൻ്റെ കാക്കാൻ്റെ ഇങ്ങനെ അവൾ ഫഹ്റടിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് എന്തുകൊണ്ട് കൗളിഹാടെ വാക്കുകൊണ്ട് മണ്ണെന്താ നിങ്ങൾ ആരാ, ഇന്നമൽ മാലുല്ലി, ഇത് എൻ്റെ മുതലാണ്, എൻ്റെ സമ്പത്താ, വല മാലിക്കുന്നത് മുതലല്ല, നിങ്ങൾ എന്താ ഉള്ളത്, ഇതൊക്കെ ഞാൻ എൻ്റെ കുടിയിൽ കൊണ്ടാ എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, എത്ര പെരുത്ത് അണ്ടുണ്ടെങ്കിലും അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി കളയുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിന്നെ സൗന്ദര്യപ്പിഴപ്പൊക്കെ ഉണ്ടാവും പറയുന്നമാരെ, കാരണം നിങ്ങൾ ഞങ്ങളെ വളഞ്ഞ പാടിൽ നിന്നുണ്ടാക്കിയതല്ലേ. ഹബീബ നബി എന്തേ പറഞ്ഞത്, നീ അത് ചൊവ്വാക്കാൻ നിൽക്കണ്ട, വല്ല ചൊവ്വാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പൊട്ടിപ്പോകും. ഇനി അഥവാ ചൊവ്വാക്കാതെ ഇങ്ങനെ അയച്ചു വിട്ടാലോ അത് വളഞ്ഞിട്ടും പോകും. അവൻ മിതമായിട്ട് ഇങ്ങനെ കൂടാനേ പറ്റുള്ളൂ. ഇപ്പൊ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ആയിഷ ബി എത്ര ചീത്ത പറഞ്ഞിരിക്കുന്നത്, എത്ര പ്രാവശ്യം ചീത്ത പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വയക്ക് മൂർച്ഛിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്തു, തൻ്റെ പിതാവിനെ വിളിച്ചു. അതെ പിതാവ് ആയിഷാന്റെ പിതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പോ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഔ കല്ലിമൂനി, നിങ്ങൾ ആദ്യം സംസാരിക്കണത് അത് ഞാനാ സംസാരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി എന്നെ ഇഷ്ടം ചെയ്യാറുണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യാറുണ്ട് റസൂലുള്ളാഹി. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്, തുകല്ലിമു അന്ത പക്ഷേ ലാ തഖുൽ ഇല്ലാ അൽ ഹഖ, നബിയെ നിങ്ങൾ സംസാരിച്ചോളൂ, പക്ഷേ കാര്യമുണ്ട്, ഒരു കാര്യം സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. സുബ്ഹാൻ, ആരോടാ?
ആരോടാ പറഞ്ഞത്? ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ 8 വയസ്സിൽ 12 വയസ്സ് പ്രായമുള്ള ആയിഷ ബി കന്യകയായി ഒരു പെണ്ണുള്ളല്ലോ. റസൂലുള്ളാഹിക്ക് 10-12 ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുള്ള കന്യകയ്ക്കുള്ളത് 10-12 വയസ്സാ. ആ പെണ്ണ പറയുന്നത് സത്യം മാറ്റപ്പെടണം. കൊടുത്തു സിദ്ധികളിൽ ഒരൊറ്റ അടി പോയിട്ട് വായിൽ രക്തം വന്ന് അടി കിട്ടിയപ്പോ മെല്ലെ എന്ത് ചെയ്തു? ആയിഷാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബാക്കിലാണ് പോയി ഇരുന്നു. അപ്പോൾ സിദ്ധികളെല്ലാം പറഞ്ഞേ, അല്ല ആയിഷ, ഈ പ്രവാചകനോടാ നീ പറഞ്ഞത് സത്യമല്ലാത്ത മറ്റൊന്നും പറയാത്ത ഈ പ്രവാചകനോട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സിദ്ധികളെല്ലാം ചൂടായപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു, സിദ്ദീഖേ ലം നദുക ഹാദാ വലം മർദിനാ മിൻക ഹാദാ. ഇതിന് നിന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഇത് ഞങ്ങൾ നിന്നെ ഇന്ന് പ്രതീക്ഷിക്കുമില്ല. ഞങ്ങൾ അതിനല്ല എന്നെ വിളിച്ചത്, തന്നെ വേണ്ടി വിളിച്ചതാ. അത് ഞങ്ങൾക്ക് പോയിക്കോളാം. ചില ആൾക്കാർ സുഖാമില്ല, അത് ഈ കത്തുന്ന തീരെ എണ്ണ വയ്ക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് റസൂൽ പറഞ്ഞു, സിദ്ദീഖേ നിന്നെ ഞങ്ങൾ അയച്ചടിച്ചിട്ടില്ലല്ലോ, വനം അർദ്ധം മീൻകഹാദ, ഇത് ഞാൻ ഒരിക്കലും നിന്നെ പ്രതീക്ഷിച്ചതല്ല കേട്ടോ, പോയിക്കോ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖ് പോകാൻ പോയി. പിന്നെ പോയി രണ്ടാമതായി ഇത്രയുള്ളൂ, നിസ്സാര പ്രശ്നം. ഇടക്കൊക്കെ ഉണ്ടാറുണ്ട്. നിങ്ങളിങ്ങനെ പറയും നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന്. അത് കേട്ടോ റസൂൽ പുഞ്ചിരിച്ചു. നമ്മളൊക്കെ ആണെങ്കിലോ നിങ്ങളാവുക ഞാനാവുക എന്നാൽ അടിപിന്നെ ഒഴിവാക്കില്ല. അള്ളാഹ് കാക്കട്ടെ. റസൂലോട് പറയണേ, അന്തല്ലത് തസമോ അന്നൊക്കെ റസൂല. നിങ്ങളിപ്പോ റസൂല അങ്ങനെ വാദിക്കണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി പുഞ്ചിരിച്ചു. പ്രശ്നം. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഇടയ്ക്കൊക്കെ ശണ്ട കൂടാറുണ്ട്. ഒരു ദിവസം ശണ്ട കുറച്ച് കൂടിപ്പോയി. ആ സമയത്തതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കാമ്പിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിന്റെ അഴിയെ കഥ വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ ഫാത്തിമ, എന്താ ദുഃഖം, എന്താ നിന്റെ മുഖത്തിന് മുഖത? അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബി പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ അടിയോടൊന്ന് തർക്കിച്ചു പോയി. എൻ്റെ അടി എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഭർത്താവ് അടി എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫാത്തിമ നീ ഒന്നും കൂടി പറഞ്ഞു നോക്ക്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹുവിന്റെ കാൽക്കൽവരോട് പറഞ്ഞു, പൊന്നു ഭർത്താവേ, എനിക്ക് വിവരമില്ലാത്തത് സംഭവിച്ചതാണ്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല മാപ്പ് കൊടുക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുഞ്ഞുമോളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ മോളെ നീ മരിച്ചു പോയാൽ ഉപ്പ നിന്റെ മയ്യത്ത് കാണാൻ വരൂല, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല മോളെ. എന്താണ്? നിന്റെ ഭർത്താവായ അടിയിന്റെ പൊരുത്തമില്ലാതെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മയ്യത്ത് കാണാൻ ഞാൻ വരൂല ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാനും ഞാൻ ഉണ്ടാവൂല. അത് ഹബീബ് റസൂൽ സ്വന്തം ആളോട്, ഒറ്റ മാളാ, മറ്റൊക്കെ മരിച്ചുപോയി. കണ്ടോ, ഇത്ര കർക്കശമായിരിക്കും നിയമമാണ് ഭർത്താക്കന്മാർക്ക് പാലന ചെയ്യേണ്ടത്. ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഇന്നും പറയുമ്പോൾ സമയമില്ല. പിന്നൊരിക്കൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പറയാം. പോറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ എൻ്റെ ഉമ്മപെങ്ങന്മാരെ ഇങ്ങനത്തെ ഭർത്താക്കന്മാരോട് പറയണ്ട, ഇങ്ങൾക്ക് പോലെ കുട്ടികൾ നോക്കി നിർബന്ധമില്ല. അവരെ ഭർത്താക്കന്മാരെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പൈസ എണ്ണി വാങ്ങാം. അവരെ കൊടുക്കുന്നെങ്കിൽ
അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ഡ്രസ്സ് അലക്കലും നിങ്ങൾക്ക് നിർബന്ധമില്ല. അതിനൊന്നും നിങ്ങളെ കെട്ടിക്കൊണ്ടല്ലോ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കൊണ്ടുപോകുന്നേ ഭർത്താക്കന്മാരെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ഒറ്റ കുടുംബമല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോട് ചെയ്യാണ്. അത് നല്ല കാര്യം. അത് വേണ്ട കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിങ്ങൾ പോയി പറഞ്ഞോ, മറ്റൊക്കെ പോയി പറഞ്ഞാൽ ഇത് പറയണ്ട കേട്ടോ. പറയാം, ഒന്നും പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ അബദ്ധസ്ഥലത്ത് ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ വസ്ത്രം മടക്കി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 ഹസനത്ത് അല്ലാഹു അവൾക്ക് കൊടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. തന്നെയുമല്ല അവിടെ 1000 ചെറുപ്പാകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. തന്നെയുമല്ല സൂര്യൻ ഉദിച്ചത് മുതൽക്ക് ഏതൊക്കെ വസ്തുക്കളുണ്ടോ ഈ ലോകത്തെങ്കിൽ അത് മുഴുവനും അവൾക്ക് വേണ്ടി കൊടുക്കലിന്റെ തേടുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ 1000 പദവി അവൾക്ക് അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പക്ഷെ എന്ത് വേണം? ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇത് പറയും വേണ്ട. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞേ, ഭർത്താക്കന്മാർ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇതൊന്നും എടുക്കട്ടെ അതെടുക്കട്ടെ ഒന്നും കാര്യമില്ല, അപ്പൊ വേഗം ചെന്നെടുക്കട്ടോ. എന്നാൽ നിങ്ങൾക്ക് അതൊക്കെ വലിയ ഗുണം ചെയ്യും. ചെന്നിട്ടില്ലെങ്കിലോ പിന്നെ കാലാകാലം നരകത്തിൽ നടക്കേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും ഭർത്താക്കന്മാരെ കടമ ഞാൻ തൊട്ടിട്ടില്ല. ഈ 2 കൂട്ടക്കാർക്കും വേണ്ടി പറയുന്നത് കുറച്ച് പറയണ്ടേ, അതും തൊട്ടിട്ടില്ല. പിന്നെ ഭാര്യമാരെ കടമകൾ പകുതിയായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കി പിന്നീട് വേറെ വിഷയത്തിൽ നമുക്ക് പറയാം. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.